നമസ്കാരം. നമ്മളങ്ങനെ പെട്ടിയും പാണ്ടൊക്കെ കെട്ടി അടുത്ത ട്രിപ്പിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും എന്താ ലിഫ്റ്റ് കയറി റെഡി ആയി നിൽക്കുക കേട്ടോ. എവിടേക്കാണ് പോകുന്നത്? അതെ, നമ്മളിന്ന് പോകുന്നത് അല്ലഷ്കരയിലേക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഈ ഒരു പെട്ടിയായിട്ടാണ് യാത്രയാവുന്നത്. അതിന് പുറമെ ഇതാ പിള്ളേരുടെ കയ്യിലൊക്കെ ഓരോ ചെറിയ ബാഗുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പെട്ടിയൊക്കെ കയറ്റി ബൂട്ടൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പെട്ടിയും കൂടിയും കയറിയപ്പം ഫുള്ളായി. അപ്പോൾ ഓൾ സെറ്റ്? അച്ചുവിനാണ് എക്സൈറ്റഡ് എന്നുള്ള ചോദിക്കാനുള്ള ഒരു ആഗ്രഹം. എക്സൈറ്റഡ്? പോവാന്നാ? അപ്പോൾ സമയം കൃത്യം 8:27 കേട്ടാ. നമ്മള് യാത്ര നമ്മുടെ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവാണ് നമ്മൾക്ക് അഷ്കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അഷ്കരയെ പറ്റി പറയുകയാണെങ്കിൽ, അഷ്കര എന്ന് പറയുന്നത് ഒരു കടൽ പ്രദേശാട്ടാ. വളരെ ശാന്തമായ കടലും സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കോസ്റ്റൽ പ്രദേശം. ഇല്ലാതെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മൾ ഒരു 4 മണിക്കൂർ റൈഡ് ഉദ്ദേശിച്ചിട്ടാണ് പോണത്. അത് ഈ പോണ വഴിയാണെങ്കിലും അതെ അടിപൊളി വഴിയാണ്. നമ്മള് ഒരു 2-3 വർഷം മുന്നേ അല്ലഷ്കരയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 3 വർഷം മുന്നേറ്റല്ലേ നമ്മള് പോയി? അതെ, 3 വർഷം മുന്നേ അല്ലഷ്കര റിസോർട്ടിൽ പോയിട്ട്, അല്ലഷ്കര ബീച്ച് റിസോർട്ടിൽ പോയി താമസിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെ പോയിട്ട് പ്രകൃതി ആസ്വദിക്കാം, അത്ര തന്നെയുള്ളൂ മെയിന്. പിന്നെ ബീച്ചിൽ പോയിട്ട് പിള്ളേർക്ക് കളിക്കാം. വളരെ ശാന്തമായ ബീച്ചാണ്. അപ്പോൾ അതൊക്കെയാണ് അല്ലഷ്കരയിലെ സംഭവങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി പോണ വഴിയില് പതുക്കെ കണ്ട് ഇങ്ങനെ യാത്രയാവാം. നമ്മുടെ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം സൺറൂഫൊക്കെ തുറന്നിട്ടിട്ടാണ് ഓടിക്കണത്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമാണ് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അല്ലേ? ഞാൻ മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. നീയും കഴിച്ചു? പിള്ളേരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താണെങ്കിലും വണ്ടി കയറി വഴിക്ക് എല്ലാവർക്കും വിശപ്പിന്റെ വിളി സ്വാഭാവികമായും എല്ലാ പ്രാവശ്യത്തെയും പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മള് 1-2 സ്ഥലത്ത് നോക്കി പക്ഷെ എവിടെയും റെസ്റ്റോറന്റുകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ വിശപ്പും സഹിച്ചു വെച്ച് എല്ലാവരും വീണ്ടും യാത്ര തുടരുകയാണ്. എസ് ഒക്കെ ഇരുന്ന് വായനേട്ടാ. എസ് വിംബിക്കിട്ട് വായിച്ച് തീർത്തിട്ട് അടങ്ങുന്നുള്ള ലക്ഷ്യത്തിലാണ്. എസിനെ കാണാലടി. എസി ഫോട്ടോ നോക്കാതെ വായിക്കണുണ്ടോ? ഞോഞ്ഞി ബിംബിക്കിട്ടെല്ലാം വായിച്ചു തീർന്നില്ലേ? ഞോഞ്ഞേട്ടാ ബിംബിക്കിട്ട് അല്ല വീഡിയോ എടുത്തോണ്ടിരിക്കണ. താനെല്ലാം വായിച്ചു കഴിഞ്ഞോ? എത്ര ബുക്ക് വായിച്ചു കഴിഞ്ഞു? എത്ര ഉണ്ട്? 12 അതെ, 12 ബുക്ക് വായിച്ചു തീർന്നിരിക്കുകയാണ്. അതെ, എസി ആണെങ്കിൽ 2ാമത്തെ ബുക്കിലെത്തിയിരിക്കുകയാണ് അല്ലേ? 4ാമത്തെ ബുക്കായോ? ഒരിച്ചു. റെസ്റ്റോറന്റ് ഈ വഴി കാണാന്ന് പറഞ്ഞാൽ ഇനി മുന്നിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു വിജനമായ വഴിയാണ്. എന്നാലും അവിടെ ഇവിടെയും ടൗണുകളും കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് നമുക്ക് നോക്കാം. ഒരു കുറിയാത്ത് കഴിഞ്ഞാൽ തൊട്ടുണ്ടല്ലോ, കുറിയാത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇങ്ങനെ ഈ കടലിന്റെ തീരത്ത് കൂടെ ആയിട്ട് അങ്ങനെ നമ്മുടെ യാത്ര. ഇതിപ്പോ ഒരു സൂറ് വരെ ഇങ്ങനെ തന്നെയാവും. കടൽ കാഴ്ചയും കണ്ട് ഇങ്ങനെ പോവാം. മുന്നില് റോഡ്, സൈഡില് കടല്. ആ മുന്നില് കാണുന്നത് നമ്മുടെ ഒമാൻ LNG ആണ്. കണ്ടില്ലേ? നമ്മൾ സൂറ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സൂറെത്തും. ഒരു 2.25 മണിക്കൂറിലത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അൽവാഫിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. അൽവാഫിൽ ഈ അൽമഹ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊന്ന് നടുനിവർത്താന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും തിന്നാനൊക്കെ വാങ്ങണം. അതിനു വേണ്ടി ഇതാ ഇവിടെ ചെറിയ ഷോപ്പുണ്ട്, അവിടെ കയറിയിരിക്കുകയാണ്. ഇതുകൊണ്ടാ ചിപ്സ് പറക്കണേലും ഒരു കുറവില്ല കേട്ടോ. അച്ചു നടന്ന് ചിപ്സ് പറക്കണ്ടത് മതിയാ? മതി. എന്താ അത്? ന്യൂട്രല്ല, ചോക്ലേറ്റ് ആണ്. ന്യൂട്ടല ഒരു ബ്രാൻഡിന്റെ പേരാ.
ഇവിടെ ഒരു ഹോം സ്റ്റേ കഫേ ഒക്കെ കാണാൻ കേട്ടാ. ഇവിടെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനൊക്കെ കിട്ടുമോ ഒന്നും കൂടി നോക്കാം. ബോർഡൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര സെറ്റപ്പ് ആവുന്ന കേട്ടോ. പക്ഷെ ഇതൊരു ലോക്കൽ സെറ്റപ്പാണ്. നമ്മളോരോ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? സാൻഡ്വിച്ച് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ടോർട്ടിലും പറഞ്ഞിട്ടുണ്ട്, ബണ്ണിലും പറഞ്ഞിട്ടുണ്ട്, പൊറോട്ടയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കണത് വീക്ഷിച്ചുകൊണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, എന്താ അഭിപ്രായം? അല്ല, എല്ലാവർക്കും വിശപ്പുള്ളാരണം നല്ല രുചിയോടുകൂടി തിന്നുണ്ട് കേട്ടോ. അച്ഛൻ എങ്ങനെയുണ്ട്? നമ്മളെ 2-3 ടൈപ്പ് വാങ്ങിട്ടോ. എല്ലാവരും നിന്ന് തിന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് തിന്നുക, ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. വാങ്ങണ വിശപ്പിന്റെ വിളി പറഞ്ഞാൽ എല്ലാവരും നല്ല പിടുത്തം പിടിച്ചോട്ടാ. ഞാന് എത്ര മണി വേണോ? അച്ഛനും വല്ലതും വേണോ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മാത്രം ഒന്നും കഴിച്ചില്ല, ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചോട്ടാ. പറഞ്ഞ വഴിക്ക് ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസും കൂടി വാങ്ങിട്ടാ. ഞാനും എസ്സി ഓറഞ്ച് ജ്യൂസ് എടുത്തില്ല. ആ, നല്ല ഓറഞ്ച് ജ്യൂസ്. ആർക്കെങ്കിലും ജ്യൂസ് വേണോ? എന്നാ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമുക്കൊരു കഷ്ടി 1 മണിക്കൂറിലത്തെ യാത്ര ഉണ്ട് കേട്ടോ. ഓൾ സെറ്റ്. എല്ലാരും നടുവൊക്കെ നിവർന്നില്ലേ? നടു നിവർന്നില്ലേ? നിവർന്നില്ലടി. അടിച്ചേ നിവർത്തും നടു. എന്നാ വിടുക. എന്ത് നല്ലതല്ല, പക്ഷെ ഷുഗർ ഇട്ടിട്ടില്ല. ഗുഡാ. അപ്പൊ അങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി ഒരു 1 മണിക്കൂറിലത്തെ യാത്ര ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലിരുന്നിട്ട് കള്ളനും പോലീസും കളിക്കട്ടോ. പണ്ടത്തെ കള്ളനും പോലീസും ഇല്ലേ, എന്നിട്ട് കള്ളൻ പോലീസ് രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പോലീസ് കള്ളനെ കണ്ടുപിടിക്കണത്. കൊടുക്ക എല്ലാവർക്കും. എല്ലാവർക്കും കിട്ടിയോ? പോലീസ് കൈ നോക്കണേ. പോലീസ് ആരാണ്? ഹൂ ഈസ് ദ പോലീസ്? ഹൂ ഈസ് കള്ളൻ? അച്ഛനാ കള്ളനാ? കണ്ടുപിടിക്കല്ലേ, പോലീസ് കണ്ടുപിടിക്കല്ലേ. ഞാൻ കിങ്. റോബർ പറയരുത് കേട്ടോ. അച്ഛന് പോലീസ് ആണെങ്കിൽ മാത്രം മടക്കിക്കോളാ. അച്ഛൻ പോലീസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, യെസ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഹൂ ഈസ് പോലീസ്? കണ്ടുപിടിക്കട്ടെ, എല്ലാം നോക്കട്ടെ എന്താന്ന്. പോലീസ് കള്ളനെ കണ്ടുപിടിക്കേ. ഞാനാ ചാൻസ് ഇല്ല. ഓക്കെ, വേഗം പറയാ, സമയങ്ങളല്ലേ. അതെ, അങ്ങനെ വാശിയേറിയ നമ്മുടെ കള്ളനും പോലീസും കളിയോടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാൻ ഞോഞ്ഞി മുന്നോട്ട് വരുന്നതായിരിക്കും. മിസ് ഞോഞ്ഞി, ഹൂ ഈസ് ദ വിന്നർ? അനൗൺസ് ദ വിന്നർ. 3 പൊസിഷൻ ഉണ്ട്. ഓക്കേ, 3 പൊസിഷൻ. ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു അച്ഛ. Second place goes to. Second place is a tie. Second place goes to me and Amma. പിന്നാരല്ല അച്ചു. 3, 4. 1, 2, 3, 4. Third place tie ആണ് എസ്സി അച്ചു. അങ്ങനെ ഏകപക്ഷീയമായി ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത ഗെയിം ഇമ്പോസ്റ്ററിന്റെ ഗെയിം. ഓക്കെ, ഇപ്പൊ നമ്മളെത്താൻ ആ കൂടി എന്താ പറയാ, അരമണിക്കൂറുണ്ട് കേട്ടോ എത്താൻ. അരമണിക്കൂർ അപ്പം നമ്മൾ കള്ളനും പോലീസും കളിച്ചു. ഓക്കെ, അടുത്ത ഗെയിം സെറ്റ് ആക്കേ. അങ്ങനെ നമ്മള് അവസാനം ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അല്ലഷ്കര ടൗണിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അവിടെ തൊട്ടിട്ട് നമ്മുടെ അല്ലഷ്കര സ്റ്റാർട്ട് ആവുകയാണ്. റോഡൊക്കെ വിജനാട്ടോ, ആരെയും കാണാനല്ല. എനിക്ക് തോന്നുന്നു നട്ടുച്ചയാരനാന്ന് തോന്നുന്നു.
ഇതൊരു ചെറിയ ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലഷ്കര എന്ന് പറയണത് ഒരു മുക്കുവ ഗ്രാമമാണ് ബേസിക്കലി. തണുപ്പുകാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഉച്ചക്ക് സൂര്യന് നല്ല ചൂട് തന്നെ ഉണ്ട്. ഒരുപാട് ഹൈപ്പർ മാർക്കറ്റും സാധനങ്ങളൊക്കെ ഇവിടെ വന്നുട്ടാ. നമ്മള് കഴിഞ്ഞ തവണ, അതായത് ഒരു 3-4 വർഷം മുന്നേ വന്നപ്പോൾ ഇവിടെ അത്ര പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ എത്തിട്ടോ. ഇവിടെയാണ് നമ്മള് അടുത്ത 24 മണിക്കൂർ താമസിക്കണ അത്താന സ്റ്റേ അല്ലഷ്കര. ഇതാണ് സംഭവം. അപ്പോൾ അതാ നമ്മൾ അത്താനയുടെ കവാടം കയറി ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് തന്നെ പറയാത്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് റിസപ്ഷനിൽ എത്തിയിട്ട് വരാൻ. ഇപ്പോൾ സമയം 12:45 നമ്മളവിടുന്ന് 8:00 പുറപ്പെട്ടു. നമ്മൾ 12:45 എത്തി. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലഷ്കര വരെ എത്താൻ 4.25 മണിക്കൂറാണ് കേട്ടോ വേണ്ടി വന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇതാണ് കേട്ടോ അവരുടെ റിസപ്ഷൻ ഒരു ചെറിയൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞത് അവിടെ ഇരിക്കാനും ഇതിനൊക്കെ നല്ല വിശാലമായ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവരുടെ റെസ്റ്റോറൻറ്റ് ഈ ഭാഗത്ത് തന്നെയാന്ന് തോന്നുന്നു, മുന്നിൽ തന്നെ. ഇനി വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ ഒരു വ്യൂ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? പുതിയതൊന്നല്ല, കുറേ വർഷമായി. ഇത് ഏതോ അത്താന ഗ്രൂപ്പാണ്, ഒമ്രാൻ്റെ തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. പുതിയ റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അത് അത്യാവശ്യം പഴക്കമുണ്ട്. പക്ഷെ എന്നാലും ഒരു റിസപ്ഷൻ്റെ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മുടെ ചെക്കിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടാ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല, നമ്മുടെ കൂടെ ഒന്ന് രജിത്തും ഉണ്ട്. രജിത്ത് ഇതാ വന്ന് കയറിയിട്ടുള്ളൂ. ചെക്കിംഗ് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വളരെ പതുക്കെയാണല്ലോ വന്ന്. നമ്മൾ പതുക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? 4 മണിക്കൂറത്തെ 4 മണിക്കൂറിലെ ഗംഭീര യാത്ര. ആസ്വദിച്ച് നമ്മൾ പതുക്കെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി ആസ്വദിച്ചു വന്നു. അത് ശരി. പക്ഷെ ഭയങ്കര ഇച്ചിരി ദൂരമല്ലേ മസ്കറ്റിന്? ദൂരമുണ്ട്. 4 മണിക്കൂറല്ലേ? നമ്മള് 4.25 മണിക്കൂർ എടുത്തു. 8:15 അല്ല 8:30 പുറപ്പെട്ടിട്ട് 12:45 എത്തി. കറക്റ്റ് 4.25 മണിക്കൂർ. കറക്റ്റ് 300 കിലോമീറ്റർ. അതിലൊരു അരമണിക്കൂർ നിർത്തിണ്ടാവും ഫുഡിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അത്ര തന്നെ. ചെക്കിങ് ഒരു അരമണിക്കൂറായല്ലോ ഇപ്പൊ വന്നിട്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കണ? ചെക്കിങ്ങിന് ഒരാളിലുള്ളൂ. പ്രശ്നം ഉണ്ടാക്കണ ഉണ്ടല്ലേ? ഇവിടെ ദൂരമുണ്ട്, തല്ലുണ്ടല്ലേ? അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചെക്കിനും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചാവി കിട്ടി. അവിടെ ഒരു ഗ്രൂപ്പ് ചെക്കിൻ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ നേരം വൈകി. കീഴത്തില്ലേ ഓ ഉണ്ടായില്ല. എന്നാ പിടിച്ചോ. അപ്പോൾ നമ്മളിനി റൂമിനെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. നമുക്ക് റൂമിന്റെ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ അടിയിലും മുകളിലും ഈ ഒരു സെറ്റപ്പാണ്. എത്രയാണ് നമ്മുടെ റൂം നമ്പർ 111. അതന്നെ എന്താ തുറക്കണില്ല? അപ്പോൾ റൂം തുറന്ന് ഉള്ളിൽ കയറിയാൽ ഓഹോ, ഇത് വിശാലമായ റൂമാണല്ലോ. ഘനഗംഭീരൻ റൂമാണ് കേട്ടോ. നമുക്ക് ലിവിങ് റൂം സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബെഡ്റൂം ഇത് അവിടെ ഉണ്ട്. ഓഹോ, എല്ലാം വിശാലമാണ്. പിന്നെ ഇതാ ബാത്റൂം ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തൊന്നും ലൈറ്റ് ഇല്ല. ഇതാ അവിടെ ബാത്റൂം ഉണ്ട്, കണ്ടില്ലേ? ബാത്ത് ഏരിയ അവിടെ സെപ്പറേറ്റ് ഉണ്ട്. എല്ലാ ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് സംഭവങ്ങളുണ്ട്. ടവലുകൾ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഒരു വലിയ മിററ്, ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ഒരു വലിയൊരു മിററ്. ഇതെനിക്ക് തോന്നുന്നു അപ്പുറത്തെ റൂമിലേക്കുള്ള ഇന്റർ കണക്റ്റഡ് റൂമിനുള്ളതാന്ന് തോന്നുന്നു. പിന്നെ അത് അവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഒരുപാട് വലിയ റൂമാട്ടോ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു എന്താ പറയാ ടീ കോഫി അമ്യൂണിറ്റീസ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അടിപൊളി. ഇതൊരു സ്റ്റുഡിയോ റൂം കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു, കണ്ടില്ലേ? പിന്നെ അതാ അവിടെ ഒരു സോഫ ഉണ്ട്. പിന്നെ അവിടെ 2 ചെയർ ഇട്ടുണ്ട്. ഇവിടെ ടിവിയും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ഇവരുടെ ഒരു ഗാർഡൻ ഏരിയ. എന്താ പ്ലേ ഏരിയ കണ്ടില്ലേ? പ്ലേ ഏരിയ കാണിക്കാം നമുക്ക്. അവിടെ ഉണ്ട്, അത് കാണിക്കാം.
പിന്നെ റൂമിലേക്ക് കയറിയാൽ റൂമിലെ ബെഡ് ചെറുതാണോടി? അല്ല നമ്മൾക്ക് 5 ആൾക്ക് കൊള്ളും, പക്ഷെ കഷ്ടിമുഷ്ടി കൊള്ളിക്കാന്ന് മാത്രം. ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ചെയർ, ഇവിടെ ഒരു സ്റ്റോർ, ഒരു കബോർഡ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. ബാൽക്കണി ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ, ബാൽക്കണിന്ന് പുറത്ത് കിടന്നാൽ ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ പ്ലേ ഏരിയ ആണ് കേട്ടോ നമുക്ക് വ്യൂ. നമ്മള് ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് ചാടിയിട്ടാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വിചാരിച്ചു പുറത്തുനിന്ന് കഴിക്കാന്ന്. ഇതിന്റെ പേര് സാജൽ ബഹർ എന്നാണ്, സിറാജ് സോറി. അപ്പം ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്നതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു മലയാളിയുടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ പോയി നോക്കാം. മറ്റേ ജീവല്ലാത്ത മീൻ പറഞ്ഞത് നിങ്ങളല്ലേ? മീനിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര ദാരിദ്ര്യേട്ടാ. രുചി എങ്ങനെയുണ്ട് നോക്കിയൊക്കെ. മീനിന്റെ രുചി അറിയാതിരിക്കാനാ നിങ്ങള് നാരങ്ങ നീര് ഒഴിക്കുന്നത്? നല്ല മീനാ? ഏതാ? മറ്റേതൊന്നുമില്ല നോക്കിയ അതിനാ രുചി കൂടുതലേ അല്ല? അങ്ങനെ ആ 10 കിലോ കൊണ്ട് കഴിഞ്ഞല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നോ? ഇത്രയും ദുരന്തം പിടിച്ച ഒരു ഭക്ഷണം ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടാ. അത് നിറച്ച് ഈച്ചയും എല്ലാം കൂടി ആകെ അലമ്പാർന്നോ. അതിനെന്തോ ഓർഡർ ചെയ്ത ആ കൂടി 3 കഷ്ണം മീനും കുറച്ച് റൈസല്ലേ ഓർഡർ ചെയ്ത്. ഇത്ര ആൾക്കാരും ഉണ്ടായിരുന്നില്ലേ? ഒരു വൃത്തിയില്ലാത്ത റെസ്റ്റോറന്റ് കണ്ടില്ലേ? വൃത്തി തൊട്ട് തീണ്ടിയിട്ടില്ല. എന്താണെങ്കിലും ഇത് വന്നൊരു പെടല് പെട്ടതാണ്. അല്ല, നിങ്ങള് എന്ത് കാണാനാ ഇങ്ങോട്ട് പോടുന്നത് ഈ വീഡിയോയിലെന്ന് പറഞ്ഞേ? പിങ്ക് ലേക്ക്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്തത് മുഴുവൻ പിങ്ക് ആക്കേണ്ടി വരില്ലേ? അല്ലേ? അപ്പൊ നിങ്ങള് 2ാമത്തെ ദുരന്തത്തിലേക്ക് എത്തിച്ചു. ഇന്നത്തെ ഉച്ചത്തെ ഹോട്ടലും പിന്നെ പിങ്ക് ലേക്കും അല്ലേ? അതെ. എന്തിന്റെ ഫോട്ടോ? ഏത് പിങ്ക്? പിങ്ക് ലേക്ക് കാണാൻ വേണ്ടി വന്നാട്ടോ. ഇതാണ് അവസ്ഥ പിങ്ക് ലേക്കിന്റെ. പക്ഷെ അവിടെ വെള്ളം ഉണ്ടോ? കുറച്ച് ദൂരത്ത് നമുക്കവിടെ നടന്നു പോയാലോ? വേണ്ടല്ലേ? അങ്ങോട്ട് പോണ്ടാട്ടാ, ചെലപ്പോ പൂഴ്ന്നു പോവേ. അവിടെ താഴ്ന്നു പോകും ചിലപ്പോ. കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നിങ്ങള്. അതല്ല ഒന്ന് നക്കി നോക്കാൻ ഉപ്പാൻ തെളിയാൻ വേണ്ടിട്ട്. കണ്ടില്ലേ, ഇത് മുഴുവൻ ഉപ്പ് ഉറഞ്ഞു കിടക്കാണ് കേട്ടാ. സംഭവം ഉപ്പ് തന്നെയാണ്. പക്ഷെ അവിടെയും വെള്ളമൊന്നുമില്ല. അത് നമുക്ക് തോന്നണതാ. വെള്ളമില്ല. ഇല്ലല്ല, വെള്ളമില്ല. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടാ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഒരു അടിപൊളി ലൊക്കേഷനാണ്. എന്താ പ്രശ്നം? വീഴോ? അല്ല, പറയാൻ പറ്റില്ല. വീഴും ചിലപ്പോ. അല്ല, ഇത് കടല് കേറി വന്നാണ് ബേസിക്കലി. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ഉപ്പ് ഉണ്ടോ? ഇതൊക്കെ ഉപ്പാണ്. നല്ല ഹാർഡായിട്ട് കിടക്കാണ് സംഭവം. കണ്ടില്ലേ? മീനും കുട്ടി ഉപ്പ് കഴിച്ചാ ഉപ്പാണോന്ന് പരീക്ഷിക്കാട്ടാ. കണ്ടില്ലേ, അതാ ഉപ്പ്. ഇവിടെ കണ്ടല്ലോ അങ്ങനെ കൊറേ മീനുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണാണ് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ കൊറേ ചത്ത മീനുകള് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. അത് അവിടെ ഒക്കെ ഉണ്ട്. സംഭവം എല്ലാം അയിലയാണ്. കണ്ടില്ലേ? ഈ ചീഞ്ഞ മീഞ്ഞ ആൾക്കാര് കൂട്ടിയിട്ടിരിക്കുകയാണോ എന്താന്നൊരു പിടുത്തല്ല. എന്താണെങ്കിലും ഇവിടെ എന്നാ നമ്മളവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നിലേക്ക് പോന്നു കേട്ടാ. കുറച്ചും കൂടി മുന്നിലേക്ക് പോന്നപ്പോ അത് അവിടെ ഒക്കെ ഉണ്ടല്ലോ വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പിങ്ക് ലേക്കിന്റെ എഫക്റ്റ് ഉണ്ട് അല്ലേ? എന്താ പറഞ്ഞേ? അതന്നെ, അടിയില് ഉപ്പാണ്, പിങ്ക് ഉപ്പ്, മുകളില് വെള്ളം. കണ്ടില്ലേ? അപ്പൊ ഈ ഭാഗത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊരു വന്നതിനൊരു ഗുണം ഉണ്ടായി അല്ലേ? പിങ്ക് ലേക്ക് എന്ത് കാണാൻ ഉദ്ദേശിച്ചു വന്നോ അത് കാണാൻ പറ്റി.
നമ്മള് പിങ്ക് ലേക്കൊക്കെ കാണാൻ പോയി കഴിഞ്ഞ് വന്ന് നേരെ വന്നത് കടലിലേക്കാണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിന്റെ മുന്നിൽ തന്നെ ഒരു കടലുണ്ട്. അപ്പോൾ പിള്ളേർക്ക് നിർബന്ധം കടലിൽ വരണമെന്ന്. അത് കാരണം കടൽ കാണാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഈ തണുപ്പത്ത് പോക്കറ്റിലും കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തണുപ്പത്ത് അതെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതെ, പിള്ളേരൊക്കെ അത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് രാത്രിയായി പോയി അല്ലേ? അതല്ലെങ്കിൽ സെറ്റായിരുന്നു. നല്ല ശാന്തമായി കിടക്കണ ബീച്ചാണ്, കണ്ടില്ലേ? കാരണം പിള്ളേർക്കും സുഖമായിരുന്നു കളിക്കാൻ പറ്റും. അവരവിടിരുന്ന് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താണെങ്കിലും ഒരു അരമണിക്കൂർ അവിടെ കളിച്ച് പതുക്കെ അവിടെ നിന്ന് കയറി പോകണം. അങ്ങനെ നമ്മുടെ ബീച്ചും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ ഉച്ചത്തെ പോലെ ചതിയിൽ പെടില്ല എന്ന് വിശ്വസിക്കുക അല്ലേ? അതെ, ഇവിടെ നമുക്കൊരു ബുഫേ ഡിന്നറാട്ടോ രാത്രി. ഇവിടുത്തെ ബുഫേ ഇത് കൊണ്ടാണ് നമ്മളിന്ന് ഉച്ചക്ക് പുറത്തു പോയി കഴിച്ചത്. ഓ, കാര്യമായിട്ടാണല്ലോ. ലൈറ്റായിട്ട്. അപ്പോഴാണ് നമുക്കിവിടെ സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ കുറേ ഹമൂസ്, മുത്തുബല്, കുറേ വെജിറ്റബിൾ സാലഡ് കംപ്ലീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഇവിടെ കുറച്ച് പാസ്ത ഉണ്ട്, പിന്നെ ബീഫിൻ്റെ എന്തോ സംഭവങ്ങളുണ്ട്. ഗ്രിൽഡ് ബീഫാട്ടോ, ഗ്രിൽഡ് ബീഫ്, ഗ്രിൽഡ് ചിക്കൻ. അത് കഴിഞ്ഞ് ദാല്, റൈസ്, റൈത്ത. അപ്പോൾ എല്ലാവരും കഴിപ്പിലാണ് കേട്ടോ. എല്ലാവരും ഒരു മൂല പിടിച്ചിരുന്ന് കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും രജിത്ത് മാത്രമാണ് അവസാനം എത്തി. ബാക്കി എല്ലാവരും എന്താ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ചു കഴിച്ചു കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? നല്ല ഭക്ഷണമായിരുന്നോ? നല്ലതാ. നമ്മള് ഇന്നലെ ഡിന്നറും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി. രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ റൂമിന്റെ ലോക്ക് വർക്ക് ചെയ്യണില്ല എന്നുള്ള സത്യം. അങ്ങനെ നമ്മൾ ഹൗസ് കീപ്പിങ്ങിലൊക്കെ വിളിച്ചറിയിച്ചു. സംഭവം എന്താണെങ്കിലും അവർക്കും റെഡിയാക്കാൻ പറ്റിയില്ല. അത് കാരണം അവര് നമുക്ക് ഈ റൂമും തന്നു, ഇതിന്റെ തൊട്ടപ്പുറത്തെ റൂമും തന്നു. കാരണം ഇത് ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മള് ഈ റൂം നമ്മള് ലോക്ക് ചെയ്ത് കിടന്നു. നമ്മൾക്ക് ഇതിന്റെ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, തൊട്ടപ്പുറത്തെ റൂം ഇന്റർ കണക്റ്റഡ് റൂമാണ്. അത് അവർ ഓപ്പൺ ആക്കി തന്നു. അത് കാരണം നമുക്ക് ലക്ഷറി ആയിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് റൂം, സെപ്പറേറ്റ് ബെഡ്, ഇതേപോലെ തന്നെ വലിയൊരു റൂം അപ്പുറത്തും. അപ്പൊ നമ്മള് ഫുൾ ലക്ഷറിയിൽ ഇന്നലെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നും പിന്നെ ഡിന്നർ കഴിച്ച് കാണിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ അത് കാരണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണത് കാണിക്കാന്. അത് കഴിഞ്ഞതാ സമയം ഇപ്പോൾ എത്ര മണി? 11 മണി. 11:30 ആയിട്ടാ. ഇനിയിപ്പോ നമ്മൾ പതുക്കെ അവിടെ നിന്ന് തിരിക്കാൻ നോക്കാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യം നമ്മൾ വന്ന് കയറിയ റൂം. അത് കഴിഞ്ഞ് നമുക്ക് അവര് ഈ ബെഡ്റൂം ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ ഇവിടെ ആയിരുന്നു ഇന്റർ കണക്റ്റഡിന്റെ ഡോറ്. ആ ഡോറ് അവര് നമുക്ക് തുറന്നു തന്നു. അത് കാരണം നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കിട്ടി. ഇവിടെ അതുപോലെ ട്വിൻ ബെഡാണ്, കിങ് ബെഡ് അല്ല. അത് കാരണം ഞോഞ്ഞി എസി ഇവിടെ രാത്രി കിടന്നുറങ്ങി സുഖമായിട്ട്. അത് കഴിഞ്ഞ് സെയിം ഇവിടെ ഈ ഡൈനിങ് ടേബിളും സോഫയും ഈ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതിലൊരു ബാത്റൂം ഉണ്ട്. ഇവിടെ അല്ലേ എന്നാ എല്ലാം എടുത്തോ? പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ലെറ്റ്സ് ഗോ. അപ്പോൾ ദാ നമ്മളിവിടെ നിന്ന് പടി ഇറങ്ങുകയാണ്. അച്ചു ബാഗ് കയറ്റി വെച്ചോ, ബാഗിൽ വെച്ചോ. എവിടെ വെക്കണ? എന്നാ കയറ്റി വെക്കുവോ? ദാ കയറ്റി വെക്ക. പതുക്കെ. ആ ഗുഡ്, മതി, അടച്ചോളോ. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? എല്ലാവരും ഇറങ്ങാണ്. എല്ലാവരും ഹാപ്പി. നിങ്ങളെ കൊടന്ന് പെടുത്തിയതിന് നന്ദിയുണ്ട്. അതെ, പിങ്ക് ലേക്ക് കാണിച്ചു തന്നു, നല്ലൊരു റെസ്റ്റോറന്റ് കാണിച്ചു തന്നു. എല്ലാത്തിനും നന്ദി. അപ്പൊ ശരി, ഇനിയിപ്പോ നമുക്ക് വഴിയിൽ വെച്ച് കാണാം. എന്താ പരിപാടി? ഇനിയിപ്പോ അല്ല, നിർത്താന്ന് പറഞ്ഞാ ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താ? ആ പമ്പല്ല, ആ മറ്റേ സ്ഥലം ബുവാലി. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അല്ലഷ്കര വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിനി നേരെ
വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഇനി വന്ന പോലെ തന്നെ ഒരു 4.25 മണിക്കൂറുണ്ട് യാത്ര. അതൊന്നും ഇനി കാണിക്കുന്നില്ല. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.